വർഷങ്ങളോളം കേസും കോടതിയുമായി നടന്ന ഒരു മനുഷ്യന്റെ പോരാട്ടത്തിനു മുന്നിൽ കാക്കിക്കുള്ളിലെ ചില ക്രിമിനലുകൾ അവസാനം പരാജയപ്പെടുകയാണ്. സ്വന്തം ജീവിതത്തിന്റെ നല്ലൊരു സമയം കോടതി വരാന്തകളിൽ ചെലവിട്ട ആളാണ് 82 വയസ്സുള്ള ജനാർദ്ദനൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ മാനസിക കരുത്തിനു മുന്നിൽ മുട്ടുകുത്തുകയാണ് പോലീസ്. വ്യാജ ലൈംഗിക ആരോപണം കെട്ടിച്ചമച്ച് തന്നെ ഏറെക്കാലം വേട്ടയാടിയ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുപ്പിക്കാൻ ഉത്തരവ് നേടിയിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ ജനാർദ്ദനൻ നമ്പ്യാർ. അതോടെ കേസ് അന്വേഷിച്ച IG മുതൽ ഇൻസ്പെക്ടർ വരെയുള്ളവർ ഇനി കോടതി കയറേണ്ടി വരും. 18 വർഷം മുമ്പാണ് ജനാർദ്ദനൻ നമ്പ്യാരുടെ ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടാകുന്നത്. തന്റെ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരന്റെ സഹോദരിക്ക് ഒരു വായ്പ എടുക്കാൻ ഇടനിലക്കാരനായി നിന്നതാണ് ജനാർദ്ദനൻ നമ്പ്യാർ. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ഈ വായ്പ അവർ തിരിച്ചെടുക്കാതെ വന്നപ്പോൾ ഉണ്ടായ നിയമ നടപടികളിൽ സാക്ഷി പറയരുത് എന്നായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യത്തെ ഭീഷണി. അതിനെതിരെ പോലീസിൽ പരാതി നൽകിയതോടെയാണ് ജനാർദ്ദനൻ നമ്പ്യാരുടെ ജീവിതം നരകതുല്യമായത്. ആ പരാതി പിൻവലിക്കാൻ പോലീസുകാർ സമ്മർദ്ദം ചെലുത്തി. അതിന് വഴങ്ങാതെ വന്നതോടെ നമ്പ്യാരെ തകർക്കാൻ ലൈംഗിക ആരോപണം അതിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ ലൈംഗിക ആരോപണം ഇല്ലെന്ന് വ്യക്തമായി. അതിനെ തുടർന്ന് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. അത് നടപ്പാക്കാതെ വന്നപ്പോൾ 2011 DGPക്ക് പരാതി നൽകിയെങ്കിലും പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് DGP സ്വീകരിച്ചത്. അതിനുശേഷം 2015 ജൂണിലാണ് യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന പരാതി ഗുരുവായൂർ സ്റ്റേഷനിൽ രേഖാമൂലം നൽകിയത്. ഈ വ്യാജ പരാതിയിൽ അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ FIR ഇട്ട് കേസെടുത്തു. പിന്നീട് ജില്ലാ സെഷൻസ് കോടതിയിൽ 2020 തുടങ്ങിയ വിചാരണ 2023 നവംബറിലാണ് അവസാനിച്ചത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയും ശത്രുത മൂലമാണ് ബലാത്സംഗ കേസിൽ തെറ്റായി ഉൾപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയ കോടതി ജനാർദ്ദനൻ നമ്പ്യാരെ കുറ്റവിമുക്തനാക്കി. അഭിഭാഷകരായ KD ബാബു, ശരത് ബാബു കോട്ടക്കൽ എന്നിവരാണ് നിയമസഹായം നൽകിയത്. കുറ്റവിമുക്തനായ ശേഷം നമ്പ്യാർ നേരെ പോയത് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിലേക്കാണ്. അതോടെയാണ് അന്ന് കേസ് അന്വേഷിച്ച ഗുരുവായൂർ ഇൻസ്പെക്ടറായിരുന്ന KG സുരേഷ്, K സുദർശൻ, അന്നത്തെ ACP ശിവദാസൻ എന്നിവർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിക്കാൻ തൃശൂർ റേഞ്ച് ഇൻസ്പെക്ടർക്ക് അതോറിറ്റി കർശന നിർദ്ദേശം നൽകി. ഇതിൽ ഗൂഢാലോചന നടത്തിയ IG പങ്കും അന്വേഷണ പരിധിയിൽ വരും. വിവരാവകാശ രേഖകൾ ഇല്ലാത്ത ആരോപണം പോലും ഉണ്ടാക്കി പോലീസ് നമ്പ്യാരെ വേട്ടയാടുകയായിരുന്നു. DGPക്ക് പരാതി നൽകിയിട്ടും സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും ഉണ്ടായത്. എന്നാൽ വിട്ടുകൊടുക്കാൻ നമ്പ്യാർ തയ്യാറായിരുന്നില്ല. സത്യസന്ധമായി ജീവിച്ച തന്നെ ആ പീഡന കേസ് പ്രതിയാക്കി ചിത്രീകരിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു എന്നാണ് ജനാർദ്ദനൻ നമ്പ്യാർ പറയുന്നത്. കുടുംബത്തിൻ്റെയും അഭിഭാഷകരുടെയും ശക്തമായ പിന്തുണയാണ് ഈ പോരാട്ടത്തിൽ കരുത്തായത് എന്ന് അദ്ദേഹം പറയുന്നു. പോലീസിലേക്ക് ആക്കിയിട്ട ചില ക്രിമിനലുകൾക്ക് കാശിനു വേണ്ടി എന്തും ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥർക്കൊക്കെയുള്ള വലിയൊരു മുന്നറിയിപ്പാണ് 82 വയസ്സ് കഴിഞ്ഞ ജനാർദ്ദനൻ നമ്പ്യാരുടെ ഈ പോരാട്ട വിജയം. താൻ തെറ്റുകാരനല്ല എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് തളരാതെ വർഷങ്ങളോളം കേസുമായി നടന്ന ആളാണ് അദ്ദേഹം. ഒടുവിൽ ആ പോരാട്ടം വിജയം കണ്ടിരിക്കുന്നു. സത്യം എന്തെങ്കിലും മറനീക്കി പുറത്തുവരും എന്നത് ഉറപ്പാണ്. കാലം അതിനെ സാക്ഷിയാകും. ഒരു വ്യാജ പരാതിയിൽ കുറ്റവിമുക്തനാക്കിയാൽ മിക്കവാറും എല്ലാവരും ആ കേസ് അവിടെ വെച്ച് അവസാനിപ്പിക്കും. പക്ഷെ നമ്പ്യാർ ആ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ പുറകെ പോയി. അതിന്റെ ഫലപ്രാപ്തിയാണ് ഇപ്പോൾ കാണുന്നത്.